ഇസ്രായേൽ ഇറാൻ യുദ്ധം കൂടുതൽ ശക്തമായ സാഹചര്യത്തിൽ ഇറാനിൽ നിന്ന് പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ച ഇന്ത്യൻ വിദ്യാർത്ഥികളെ ടെഹ്റാന് പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. 110 ഇന്ത്യൻ വിദ്യാർത്ഥികൾ അർമേനിയയിൽ സുരക്ഷിതരായി എത്തിയെന്നാണ് വിവരങ്ങൾ. ആദ്യ സംഘം ഇന്ത്യക്കാരുമായുള്ള വിമാനം ബുധനാഴ്ച ഡൽഹിയിലെത്തും. അർമേനിയയിൽ നിന്നാണ് ആദ്യ വിമാനം പുറപ്പെടുക. വിവിധ സർവകലാശാലകളിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ അതിർത്തി വഴി അർമേനിയയിലേക്ക് മാറ്റിയിരുന്നു. ഇറാനിൽ കുടുങ്ങിയ 10,000-ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായ യാത്ര ഒരുക്കണമെന്ന് ഇന്ത്യ ഇറാനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇറാൻ തങ്ങളുടെ വ്യോമാതിർത്തി അടച്ചിട്ടിരിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് കര അതിർത്തി ഉപയോഗിച്ച് അസർബൈജാൻ, തുർക്ക്മെനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് കടക്കാമെന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട്. സാഹചര്യം അതീവ ഗുരുതരമാണെന്ന് വിദ്യാർത്ഥികൾ വിദേശകാര്യ മന്ത്രാലയത്തെ നേരത്തെ അറിയിച്ചിരുന്നു. ഇസ്രായേൽ ആക്രമണ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ എല്ലാ ഇന്ത്യക്കാരോടും ഉടൻ ടെഹ്റാൻ വിടാൻ വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. വിദേശികൾ ഇന്ത്യക്കാരെ അനുഗമിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം ഇസ്രായേലി ഡ്രോണുകളും മിസൈലുകളും നഗരത്തിലേക്ക് ആക്രമണം തുടരുന്നതിനാൽ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി എല്ലാ പൗരന്മാരോടും ഇന്ത്യൻ വംശജരോടും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാനായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. സ്വന്തം വിഭവങ്ങൾ ഉപയോഗിച്ച് ടെഹ്റാനിൽ നിന്ന് പുറത്തു പോകാൻ കഴിയുന്ന എല്ലാ ഇന്ത്യൻ പൗരന്മാരും PIOകളും നഗരത്തിന് പുറത്തുള്ള സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറാനായിരുന്നു നിർദ്ദേശിച്ചത്. അതേസമയം ഇസ്രായേൽ ഇറാൻ സംഘർഷം 5ാം ദിവസത്തിലേക്ക് കടക്കുകയും വിശാലമായ പ്രാദേശിക യുദ്ധത്തെക്കുറിച്ചുള്ള ഭയം വർദ്ധിക്കുകയും ചെയ്തതോടെ ശത്രുതയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം താൻ പോകുന്നില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. എയർഫോഴ്സ് 1-ൽ സംസാരിക്കവേ ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതാണ്: ഒരു വെടിനിർത്തലിനേക്കാൾ മികച്ചത് ഞങ്ങൾ കാണുന്നു. ഒരു വെടിനിർത്തലിനേക്കാൾ നല്ലത് എന്ന് പറയുന്നതിലൂടെ താൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം പിന്നീട് വ്യക്തമാക്കിയിരുന്നു. ഒരു യഥാർത്ഥ അവസാനം ഒരു വെടിനിർത്തലല്ല, ഒരവസാനമെന്ന് ട്രംപ് പറഞ്ഞതായി BBC റിപ്പോർട്ട് ചെയ്തു. ഇരു രാജ്യങ്ങളിലുമായി 100 കണക്കിന് ആളുകളുടെ മരണത്തിനും എണ്ണ വിപണികളെ പിടിച്ചുലയ്ക്കുന്നതിനും കാരണമായ സംഘർഷത്തെക്കുറിച്ചുള്ള ആഗോള ആശങ്കയും നയതന്ത്ര അടിയന്തരാവസ്ഥയും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ. US നിലപാടിനെക്കുറിച്ചും ഇസ്രായേലിന് നൽകിയ സഹായത്തെക്കുറിച്ചും കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയ ട്രംപ് പറഞ്ഞു: ഇപ്പോൾ ഞങ്ങൾ വളരെ നന്നായി പ്രവർത്തിക്കുന്നു. ഓർക്കുക, ഇറാന് ആണവായുധം കൈവശം വയ്ക്കാൻ കഴിയില്ല. മാത്രമല്ല, ഇറാനുമായി നയതന്ത്രപരമായി ഇടപഴകാൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്, മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റെക്കോഫ് തുടങ്ങിയ മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരെ അയക്കാമെന്ന് US പ്രസിഡന്റ് സൂചിപ്പിച്ചതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് പറയുന്നുണ്ട്. ഇസ്രായേലിന്റെ തുടർച്ചയായ ആക്രമണത്തെക്കുറിച്ച് ട്രംപ് സൂചന നൽകി: അടുത്ത 2 ദിവസത്തിനുള്ളിൽ നിങ്ങളത് കണ്ടെത്തും. ഇതുവരെ ആരും മന്ദഗതിയിലായിട്ടില്ല, ട്രംപ് പറഞ്ഞതായി ഒരു CBS പത്രപ്രവർത്തകൻ പറഞ്ഞതാണ്. G7 ഉച്ചകോടിയിൽ നിന്ന് നേരത്തെ വാഷിംഗ്ടണിലേക്ക് മടങ്ങാൻ അദ്ദേഹം പോയെങ്കിലും വെടിനിർത്തൽ ചർച്ചകളുമായി അതിന് ബന്ധമില്ലെന്നും ട്രംപ് നിഷേധിക്കുകയും ചെയ്തിരുന്നു. US വെടിനിർത്തൽ നിർദ്ദേശിച്ചു എന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായി ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ എഴുതി: തെറ്റ്, ഞാനിപ്പോൾ വാഷിംഗ്ടണിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. പക്ഷേ അതിന് തീർച്ചയായും ഒരു വെടിനിർത്തൽ കരാറുമായി യാതൊരു ബന്ധവുമില്ല. അതിനേക്കാൾ വളരെ വലുതാണ്. ഇറാന്റെ ആണവ അഭിലാഷങ്ങളുടെ കാര്യത്തിൽ പൂർണ്ണമായ ഉപേക്ഷിക്കൽ ട്രംപ് ആവശ്യപ്പെട്ടതായി ഒരു പൊളിറ്റിക്കോ പൂൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തിങ്കളാഴ്ച അദ്ദേഹം ആവർത്തിച്ചു: ലളിതമായി പറഞ്ഞാൽ, ഇറാൻ ഒരു ആണവായുധം കൈവശം വയ്ക്കാൻ കഴിയില്ല. ഞാനത് വീണ്ടും പറഞ്ഞു. എല്ലാവരും ഉടൻ ടെഹ്റാനിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. അതേസമയം ഇസ്രായേൽ നഗരങ്ങളെ ലക്ഷ്യമിട്ട് പുതിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി ഇറാൻ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.